சாப்பாடு போடுற ஊழியர்களும் சாப்பாடு அவங்க தரமான ஒரு முடி போடுறது, கேப் போடுறது, க்ளவுஸ் போடுறது அந்த மாதிரி எதுவுமே போட கிடையாது. மேம் போன வாட்டி வந்திருந்தாங்க, அவங்கள்ட்டையும் நாங்கள் கோரிக்கை வச்சுருந்தோம். இவ்வளோ மாதிரி எக்கச்சக்கமான இது இருக்குது. ஊழியர்கள் பற்றாக்குறை இருக்குது. மாணவர்களுக்கு கண்காணிப்பதற்கு கேமரா குறைவாக தான் இருக்குது. 64 கேமரா இருக்க வேண்டிய இடத்துல கம்மியாக கேமரா தான் இருக்குது. அடிக்கடி தண்ணி வரதில்லை, பாத்ரூமை சரியாக க்ளீன் பண்ணுறதில்லை, உடஞ்சிருக்கு. കുട്ടികളുടെ പരാതിയെ തുടർന്ന് ഹോസ്റ്റലിൽ മിന്നൽ പരിശോധന നടത്തിയ വിജയുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒരു ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും സുരക്ഷിതമായി താമസിക്കാനുമുള്ള ഇടമാണ്. എന്നാൽ തമിഴ്നാട് സൈതാപ്പേട്ടിലെ MC രാജ ആദിദ്രാവിഡർ ഹോസ്റ്റലിലെ അവസ്ഥ കേട്ടാൽ ആരും ഞെട്ടിപ്പോകും. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ മുഖ്യമന്ത്രി വിജയ് ഇവിടെ ഒരു അപ്രതീക്ഷിത മിന്നൽ പരിശോധന നടത്തി. ആ പരിശോധനയിൽ പുറത്തു വന്നത് വിദ്യാർത്ഥികളുടെ കണ്ണീരിൻ്റെയും ദുരിതത്തിൻ്റെയും കഥകളാണ്. ഭക്ഷണത്തിൽ പുഴുക്കൾ, വൃത്തിഹീനമായ കുളിമുറികൾ, സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം തുടങ്ങിയ പരാതികളാണ് കുട്ടികൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്. ഏറ്റവും ദയനീയം അവിടുത്തെ ഭക്ഷണത്തിൻ്റെ അവസ്ഥയാണ്. ദിവസേന കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പുഴുക്കളെ കിട്ടുന്നത് അവിടെ പതിവാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മുൻപ് ഒരു തവണ ഇതിനെതിരെ സമരം ചെയ്തപ്പോൾ കുറച്ച് ദിവസം നല്ല ഭക്ഷണം നൽകി. അതിനുശേഷം വീണ്ടും പഴയപടിയായി. അടുക്കളയിൽ ജോലി ചെയ്യുന്നവർ യാതൊരുവിധ ശുചിത്വ മാനദണ്ഡങ്ങളും പാലിക്കാറില്ല. അതോ തൊപ്പിയോ ഒന്നും ധരിക്കാതെയാണ് അവർ പാചകം ചെയ്യുന്നത്. ഇത് വിദ്യാർത്ഥികൾക്കിടയിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും അവർ വിജയോട് പറഞ്ഞു. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് ഇവർ ഈ അനാസ്ഥത കാണിക്കുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമല്ല, ഹോസ്റ്റലിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അവിടുത്തെ കുളിമുറികളും ടോയ്ലറ്റുകളും അങ്ങേയറ്റം വൃത്തിഹീനമാണ്. പൈപ്പ് തുറന്നാൽ വെള്ളം വരാത്ത അവസ്ഥ. കടുത്ത ജലക്ഷാമമാണ് കുട്ടികൾ നേരിടുന്നത്. ഹോസ്റ്റൽ കെട്ടിടവും പരിസരവും വൃത്തിയാക്കാൻ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും ഇവിടുത്തെ ജീവിതം കൂടുതൽ കഷ്ടത്തിലാക്കുന്നു. ഇതിലും വലിയ ഭീതിജനകമായ അവസ്ഥ അവിടുത്തെ സുരക്ഷാ വീഴ്ചയാണ്. ഹോസ്റ്റൽ വളപ്പിൽ അത്യാവശ്യത്തിന് CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടില്ല. ഇത് മുതലെടുത്ത് രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരും ലഹരി മാഫിയകളും ഹോസ്റ്റൽ പരിസരത്ത് തമ്പടിക്കുന്നത് പതിവാണ്. തങ്ങളുടെ ജീവന് പോലും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയിലാണ് ഈ വിദ്യാർത്ഥികൾ അവിടെ കഴിയുന്നത്. ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളും PSC, UPSC തുടങ്ങിയ കഠിനമായ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണ്. രാത്രി വൈകിയും ലൈബ്രറികളിൽ ഇരുന്ന് പഠിക്കുന്നവരാണിവർ. എന്നാൽ ഈ ഹോസ്റ്റലിലെ ഒരു വിചിത്രമായ നിയമം കാരണം ഇവരുടെ പഠനം വലിയ പ്രതിസന്ധിയിലാണ്. രാത്രി കൃത്യം 9:30 ഹോസ്റ്റൽ ഗേറ്റ് അടയ്ക്കും. പഠന ആവശ്യങ്ങൾക്കോ മറ്റോ പുറത്തുപോയി 9:30 കഴിഞ്ഞ് വൈകി എത്തുന്ന വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും അകത്തേക്ക് പ്രവേശിപ്പിക്കാറില്ല. അങ്ങനെ പുറത്താക്കപ്പെടുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾ രാത്രി മുഴുവൻ സമീപത്തുള്ള പാർക്കുകളിലും ബെഞ്ചുകളിലുമാണ് കിടന്നുറങ്ങുന്നത്. ഒരു ഭാഗത്ത് കഠിനമായി പഠിച്ച് ഒരു സർക്കാർ ജോലി വാങ്ങാൻ ശ്രമിക്കുന്ന യുവാക്കൾ, മറുഭാഗത്ത് നിയമത്തിൻ്റെ പേര് പറഞ്ഞ് അവരെ റോഡിൽ ഇറക്കി കിടത്തുന്ന അധികാരികൾ. ഹോസ്റ്റലിലെ ഈ മോശം അന്തരീക്ഷം തങ്ങളുടെ ഭാവി തന്നെ തകർക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞു. എന്തായാലും അർദ്ധരാത്രിയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന ഈ ദുരനുഭവങ്ങളുടെ നീണ്ട നിര കേട്ട് വിജയ് വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഉന്നയിച്ച എല്ലാ പരാതികളും അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നതെന്നും ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരവും സുരക്ഷയും ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും അടിയന്തരമായി പരിഹരിക്കുമെന്നും അദ്ദേഹം കുട്ടികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഈ മിന്നൽ സന്ദർശനത്തോടു കൂടിയെങ്കിലും ആ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ദുരിതത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വിദ്യാർത്ഥികളോട് കാണിച്ച ഈ ക്രൂരതയെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി ചെയ്യണം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് പിന്നെ കാണാം.